ജമന്തി തൈകൾ എങ്ങനെ നടാമെന്നുള്ളതാണ്. ജമന്തിയുടെ തൈകളാണ് ആദ്യം ഇതിനായി ആവശ്യമുള്ളത്. പേരന്റ് സ്റ്റോക്കിൽ നിന്നിന്റെ വേരിൽ നിന്നും പൊട്ടിയുണ്ടാകുന്ന തൈകളോ അല്ല എങ്കിൽ ഇതേപോലെ കമ്പ് പ്രൊപ്പഗേറ്റ് ചെയ്ത് സ്റ്റം പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന തൈകളോ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനു വേണ്ടി പോട്ടി മിക്സറായിട്ട് എടുത്തിരിക്കുന്നത് ഗാർഡൻ സോയിലും അതേപോലെ തന്നെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടുംപുഴുക്കയോ അല്ലെങ്കിൽ ജൈവവളമോ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഗാർഡൻ സോയിലും അതേപോലെ തന്നെ ആട്ടുംപുഴുക്കയും കൂടിയാണ്. നല്ലപോലെ പൊടിഞ്ഞിട്ടുള്ള ആട്ടുംപുഴുക്കയൊക്കെയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് 1:1 എന്ന അനുപാതത്തിൽ തന്നെ എടുക്കണം. എന്നാൽ മാത്രമായിരിക്കും ഇതിൻ്റെ മണ്ണിനൊരു ഇളക്കം കിട്ടുകയുള്ളൂ. അപ്പം അതേപോലെ തന്നെ ഇതിൻ്റെ മണ്ണെടുക്കുമ്പോൾ അല്ലെങ്കിൽ ജമന്തി ചെടി വയ്ക്കാനുള്ള ഉപയോഗിക്കുന്ന മണ്ണെന്ന് പറയുന്നത് അത്യാവശ്യം നീർവാർച്ച ഉണ്ടാകണം. എന്നാൽ മണ്ണ് കുഴയാൻ പാടില്ല, അതായത് കട്ടി പിടിക്കാൻ പാടില്ല. ആ ഒരു രീതിയിലുള്ള മണ്ണായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. എന്നാലായിരിക്കും കൂടുതൽ വേര് ഉണ്ടാകുന്നതും അതേപോലെ തന്നെ ചോട്ടിൽ വേരിൽ നിന്നും പുതിയ തൈകൾ ധാരാളമായി നമുക്ക് കിട്ടുകയുള്ളൂ. അതേപോലെ ചെടി നല്ല രീതിയിൽ വളർന്ന് കൂടുതൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ജമന്തിയുടെ പോട്ട് എടുക്കുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതേ രീതിയിൽ താഴ്ചയുള്ള എന്നാൽ ഒത്തിരി വിസ്താരമില്ലാത്ത രീതിയിലുള്ള പോട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെടി നല്ലതായിട്ട് വളരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈകൾ ഇതിലേക്ക് നട്ട് ചെടി ഉറപ്പിച്ച് നിർത്താം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും പോട്ട് നിറച്ച് മണ്ണിടാതെ ഇതേപോലെ ഒരു 3/4% പോട്ട് നിറച്ച് മണ്ണിട്ട് അതിലേക്കായിരിക്കണം ചെടി നടുന്നത്. ഈ രീതി വേണം നടാൻ വേണ്ടി. എന്നാലായിരിക്കും നമ്മൾ അടുത്ത തവണ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ ആ നെല്ലിൽ ജൈവവളം കൊടുത്ത് ഇത് ഒന്ന് കുറച്ചുകൂടി വളർച്ച എത്തുന്ന സമയത്ത് ജൈവവളമൊക്കെ കൊടുത്ത് മണ്ണടിപ്പിക്കുന്ന സമയത്ത് ചെടിക്ക് നല്ല രീതിയിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ നടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന 5 തൈകളും പുതിയ പോട്ടിലേക്ക് നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ചെടികളിൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞുതരാം. ജമന്തി തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുത്തതിന് ശേഷം നടുമ്പോൾ തന്നെ അടിവളമായി ഏതെങ്കിലും ഒരു നല്ല രീതിയിലുള്ള ജൈവവളം സ്ട്രോങ് ആയിട്ട് തന്നെ, അതായത് നല്ല അളവിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലായിരിക്കും ചെടി നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായതിനു ശേഷമായിരിക്കും ഫ്ലവർ ഉണ്ടാകുന്നത്. അപ്പം ചെടിക്ക് ആ വളർച്ച തുടങ്ങുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ വളർന്നു കയറി അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെടി ഒന്ന് ഗ്രോത്ത് ആയാൽ പടർന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് നല്ല രീതിയിലുള്ള അടിവളം ഇതിനാവശ്യമാണ്. അപ്പോൾ ഇതിന് ശേഷം, അതായത് ഇതുപോലെ നട്ടതിന് ശേഷം നമുക്ക് ഇതിനെ ആണെങ്കിൽ ഒരാഴ്ചത്തേക്ക് തണലത്തേക്ക് വെച്ച് ചെടി ഒന്ന് സെറ്റാകാൻ വേണ്ടി നിർത്തിയതിന് ശേഷം നമുക്ക് ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം വെയിൽ കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് ഇതിനെ മാറ്റി വെച്ച് വളർത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായും 6 മണിക്കൂറെങ്കിലും തെളിഞ്ഞ വെയിൽ കിട്ടുന്ന രീതിയിൽ നിന്നാണ് സാധാരണ എല്ലാവരും പറയാറുള്ളത്. എങ്കിലും നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ഒരു 4 മണിക്കൂർ കിട്ടുന്ന രീതിയിലുള്ള വെയിലിലേക്ക് അല്ലെങ്കിൽ വെളിച്ചത്തിലേക്കായിരിക്കണം കൊണ്ടുവയ്ക്കുന്നത്. ആ 4 മണിക്കൂർ വെയിൽ എന്ന് പറയുന്നത് തീ വെയിലാകാൻ പാടില്ല.